കൈക്കോ കാലിനോ തരിപ്പുണ്ടാവുക, കൈക്കോ കാലിനോ മരവിപ്പുണ്ടാവുക. ഈ സമയത്തൊക്കെയാണ് നമ്മൾ ഡിസ്ക് ബൾജ് ഒരു രോഗമായി മാറുന്നത്. ഡിസ്ക് ബൾജ് വന്നു അല്ലെങ്കിൽ ഞരമ്പ് ഞെരുങ്ങുന്നു എന്ന് കരുതി നമ്മൾ ഉടൻ തന്നെ സർജറി വേണ്ട. പക്ഷെ നേരെ മറിച്ച് വളരെ അത്യാവശ്യമായി ശ്രദ്ധിക്കേണ്ട രണ്ടു കാര്യങ്ങളുണ്ട്. തള്ളവിരൽ മേലിലോട്ട് പൊക്കാൻ ബുദ്ധിമുട്ട് വരിക. ഈ ലക്ഷണങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഡിസ്ക് ബൾജ് ഒരു സീരിയസ് ആയ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളോട് ആരെങ്കിലും ഡിസ്ക് ബൾജ് വന്നാൽ ഓപ്പറേഷൻ മാത്രമേ ഒരു വഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഡിസ്ക് ബൾജ് വന്നു കഴിഞ്ഞാൽ ശസ്ത്രക്രിയ അഥവാ സർജറി മാത്രമാണ് ഒരു പോം വഴി? ഒരിക്കലുമല്ല. നമുക്ക് MRIയിൽ ഡിസ്ക് ബൾജ് കണ്ടു എന്ന് കരുതി നമ്മൾ ഉടനെ ഭയപ്പെടുകയും അല്ലെങ്കിൽ സർജറി വേണമെന്ന് പറഞ്ഞ് ഉടനെ സർജറി ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യകത ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡിസ്ക് ബൾജ് ഉണ്ടായി, ഒരു ഡിസ്ക് ബൾജ് ഇപ്പം നിരന്തരമായി ഇരിക്കുന്ന വ്യക്തിക്കോ വണ്ടി ഓടിക്കുന്ന വ്യക്തിക്കോ ഭാരം എടുക്കുന്ന വ്യക്തിക്കോ ഒക്കെ തന്നെ ഡിസ്ക് ബൾജ് കാണാം MRI എടുത്താൽ. അത് നമ്മൾ ഒത്തിരി ഭയപ്പെടേണ്ട കാര്യമില്ല. നേരെ മറിച്ച് ആ ബൾജ് മുന്നോട്ട് വന്ന് സുഷുമ്നാനാഡിയിൽ നിന്ന് കൈയിലേക്ക് കാലിലേക്ക് പോകുന്ന ഞരമ്പുകളിൽ അമരുമ്പോൾ അന്നേരമാണ് നമുക്ക് പ്രശ്നങ്ങൾ. അതായത് വേദന ആരംഭിക്കുമ്പോൾ, വേദന എന്ന് പറഞ്ഞാൽ കൈയിലേക്കോ കാലിലേക്കോ പ്രവഹിക്കുന്ന വേദന, കൈക്കോ കാലിനോ തരിപ്പുണ്ടാവുക, കൈക്കോ കാലിനോ മരവിപ്പുണ്ടാവുക. ഈ സമയത്തൊക്കെയാണ് നമ്മൾ ഡിസ്ക് ബൾജ് ഒരു രോഗമായി മാറുന്നത്. ഈ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ശസ്ത്രക്രിയയുടെ അല്ലെങ്കിൽ സർജറിയുടെ ആവശ്യകതയില്ല. സർജറി വേണ്ടത് എപ്പോൾ എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഏറ്റവും അത്യാവശ്യം. കാരണം ഡിസ്ക് ബൾജ് വന്നു അല്ലെങ്കിൽ ഞരമ്പ് ഞെരുങ്ങുന്നു എന്ന് കരുതി നമ്മൾ ഉടൻ തന്നെ സർജറി വേണ്ട. പക്ഷെ നേരെ മറിച്ച് വളരെ അത്യാവശ്യമായി ശ്രദ്ധിക്കേണ്ട രണ്ടു കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളുടെ കാലിലെ ബലം കുറഞ്ഞു എന്ന് കരുതി പേടിക്കേണ്ട, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം ആദ്യം അതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം പറയും, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് പറയും. കാരണം ഡിസ്ക് ബൾജ് വന്ന് ഞരമ്പ് ഞെരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഞാനൊന്ന് സൂചിപ്പിച്ചെങ്കിൽ വിശദീകരിച്ച് പറയാം. നമ്മുടെ കൈയിലേക്കോ കാലിലേക്കോ പ്രവഹിക്കുന്ന വേദന വരിക, റാഡിക്കുലോപ്പതി എന്ന് നമ്മൾ പറയും. അപ്പം അതുപോലെ തന്നെ കൈക്കോ കാലിനും മരവിപ്പ് തരിപ്പ് വരിക, അതും ഇതിൻ്റെ ബന്ധപ്പെട്ട് വരുന്ന. പിന്നെ ചെറുതായ കാലിൻ്റെ പാദത്തിന് ചെറിയ ബലക്ഷയം സംഭവിച്ചു തുടങ്ങാം. ഉപ്പൂറ്റിയിൽ പതുക്കെ കുത്തി പൊങ്ങാൻ ബുദ്ധിമുട്ട് വരിക, കാലിന് വിരലെ കുത്തി പൊങ്ങാൻ വരിക, തള്ളവിരൽ മേലിലോട്ട് പൊക്കാൻ ബുദ്ധിമുട്ട് വരിക. ഈ ലക്ഷണങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഡിസ്ക് ബൾജ് ഒരു സീരിയസ് ആയ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ അവസ്ഥകളിലെല്ലാം തന്നെ സർജറിയുടെ ഒരു ആവശ്യകതയില്ല. സർജറി ആവശ്യം വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിന് റെഡ് ഫ്ലാഗ്സ് നമ്മൾ പറയും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് കാലിൻ്റെ പാദം തീരെ പൊങ്ങാതായി ഉടൻ തന്നെ മറ്റേ കാലിലേക്കും ബാധിക്കുന്നു, അല്ലെങ്കിൽ ബലക്ഷയം കൂടി വരും. നമുക്ക് കൈയോ കാലോ അനുദിനം വളരെ ബലക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മൂത്രത്തിൻ്റെയും മലവും കൺട്രോൾ നമുക്ക് നഷ്ടപ്പെടുന്നു. ഈ ലക്ഷണങ്ങളൊക്കെ വരും. നമ്മൾ ഇരിക്കുന്ന നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്കുള്ള സ്പർശന ശേഷി നഷ്ടപ്പെട്ടു പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ വന്നാൽ സൂക്ഷിക്കണം. ഈ അവസ്ഥയിൽ നമ്മൾ നിർബന്ധമായി നിങ്ങൾ ഡോക്ടറെ കാണുകയും നിർബന്ധമായി സർജറിക്ക് പോവുകയും വേണം. നേരെ മറിച്ച് ഈ ലക്ഷണങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സർജറിയുടെ ആവശ്യകതയില്ല. ഡിസ്ക് ബൾജ് വന്നു എന്ന് കരുതി ശസ്ത്രക്രിയ ഉടനെ ഓടിപ്പോയി ചെയ്യേണ്ട എന്നൊക്കെ മനസ്സിലായല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നുമെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന വ്യക്തിയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഡിസ്ക് ബൾജിൻ്റെ സീരീസിലെ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ.